ടീം ബി അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, എന്ത് വിഷയത്തിനും ചോദിക്കാം, എന്ത് കാര്യം സംസാരിക്കാം. പക്ഷെ അതിന്റെ മറുപടി ഒരു ബന്ധമില്ലാത്ത മറുപടി ആയിരിക്കണം തിരിച്ചു കൊടുക്കുക. രാവിലെ കട എത്ര മണിക്ക് തുറക്കണേ? എന്തായി പറയണ, ചായ കുടിക്കാൻ വെച്ചു. നീ ഇപ്പൊ സ്കൂളിൽ കഴിഞ്ഞ ദിവസം എന്താ പ്രശ്നം ഉണ്ടായേ? അത് മിഞ്ഞാൻ. നിങ്ങളുടെ വീട്ടില് പെറ്റ്സ് ഉണ്ടോ? അപ്പൊ ഈക്വലായി അവരുടെ ഒരു മാർക്ക് പോയി നമുക്ക് ശരി, എന്നാ നമുക്ക് നാളെ വേളാങ്കണ്ണിക്ക് പോയാലോ? നാളെ ഞങ്ങള് മറുപടി സിനിമയ്ക്ക് പോവാ. എനിക്ക് പബ്സ് ആണ് ഇഷ്ടം. അല്ല, അപ്പൊ നിങ്ങക്ക് വേറെ ചോദ്യം ചോദിക്കാൻ? ശരി, എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ല ഇല്ല, എനിക്കത് പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയണം, എടാ നീ നാളെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ വാ. അപ്പൊ ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ ഒക്കെ നോക്കുള്ളൂ നമ്മള്. വലിയ കുഴപ്പമൊന്നുമില്ല, പോവാ. ഞാൻ മലയാളം ഓക്കെ എന്ന് പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം ഇറങ്ങാൻ അപ്പൊ ഞാൻ അങ്ങനെ പോവാണ്ടാ, കുഴപ്പമൊന്നുമില്ല, വേണ്ട നീ പോണ്ട. നമ്മള് പോണ്ടേ? വേണ്ട, ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ തന്നെ അടുത്ത ദിവസം സിറ്റുവേഷൻ മാച്ച് നമ്മൾ ഇടപെടാൻ ഞാൻ പഞ്ഞില്ലടാ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ പോയതാ ഭയങ്കര. അത് കഴിഞ്ഞ് പപ്പ ഇങ്ങനെ ഫോട്ടോസ് എല്ലാം കാണുമ്പോ ഇവരൊക്കെ പോയില്ലോ, നീ എന്താ പോയിട്ടിരുന്നേ? അതിപ്പോ കഴിഞ്ഞ ദിവസം പോണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് റിച്ചാർഡ് നമ്മൾ പോണം കൂട്ടുകാരോട്. ചില വീട്ടില് മമ്മി മോൻ പപ്പു മോൻ അങ്ങനെ ഉണ്ടാവില്ലേ? വീട്ടിലെങ്ങനെയാ? ഇവർ രണ്ടുപേരും അയലോകത്തെ വീട്ടിലെ മോൻ. അതന്നെ എല്ലാരും ഇഷ്ടതാണ് വസ്തു ചോദിക്കാറ്. ഓ എടാ, നിന്റെ പപ്പൻ ഭയങ്കര കൂളടാ, നീ എങ്ങനെ ഇത്ര വൈബ് ലൈഫാണോ നിന്റെ? പണ്ടത്തെ ഒരു യൂത്തുള്ള പ്രോമിച്ചേറിന്റെ വൈബ് എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഈ വൈബ് ആണെങ്കിൽ? എന്നോട് എനിക്ക് ഇതേവരെ ഒരു ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇതേവരെ ഒരു ക്ലാസ്സിൽ സമാധാനം ഹോദയില് പോയി എന്നിട്ട് സമ്മാനമൊക്കെ മേടിച്ചിട്ട് അതൊന്നും കാണാൻ പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അതെവിടെ തൊട്ടടുത്തായിരുന്നു, പോവാൻ പറ്റിയില്ല. അവൻ വിന്നറായതായിരുന്നു, പക്ഷെ അതൊന്നും പോയി കാണാൻ പറ്റിയില്ല. ഓ, ഈ സ്പോർട്സിന് ഭയങ്കര താല്പര്യം ഉണ്ടെന്നല്ലേ? സ്പോർട്സിന് ഇവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ മറ്റു പിള്ളേർ സമ്മതിക്കാറില്ല. അവർ അതിന്റെ മീതെ ചാടും. എന്ത് ചെയ്യാൻ ഇവർക്കിടെ കുഴപ്പമല്ല. ഇപ്പൊ കോണ്ടന്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂ നിങ്ങളുടെ വീഡിയോസ് തരുമ്പോ ഒരു വ്യൂ ഉണ്ട്, നമുക്കറിയാം ഈ ഒരു നിങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു വീഡിയോന് ഇത്ര വ്യൂ ഉറപ്പായിരിക്കും. പക്ഷെ എനിക്ക് ഓണത്തിന് ഇട്ടൊരു വീഡിയോ എനിക്ക് 24 മണിക്കൂർ മുമ്പ് 30 മില്യൺ ആണ്. 30 മില്യൺ 50 മില്യൺ കൂടിയിട്ടുണ്ട്. ആക്ച്വലി വേറൊരു ഷൂട്ടിന് നിക്കുവായിരുന്നു ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഓണത്തിന്റെ. അപ്പൊ വെറുതെ 2 ഫോട്ടോസ് ഓണത്തിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എന്നാ വെറുതെ ആ റീലും കൂടി അങ്ങോട്ട് എടുത്താലോ, ഒരു വെറുതെ ഒരു റീല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. 24 ഹവേഴ്സിനുള്ള 30 മില്യൺ വ്യൂസ് ആയിരുന്നു ആ സാധനം. ഭയങ്കര വ്യൂ ആണ്. ഐഡിയാസ് ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാരും ഐഡിയ പറയല്ലോ, എല്ലാം കൂടി ഒരുമിച്ചിട്ട് നോക്കിയപ്പോ നല്ലൊരു റിസൾട്ട് ഉണ്ടായി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചില്ലായിരിക്കും ചിന്തിക്കുക, അങ്ങനെ വഴക്കൊന്നും പറയില്ല. പക്ഷെ ആസ് എ പാരന്റ് ഇതിൽ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വഴക്കൊന്നും പറയില്ല എന്നില്ല. അതേപ്പോ പറഞ്ഞു നമ്മള് ഒരു കാര്യം പറയുമ്പോ അവരുടേതായ പ്രായത്തിന്റെ ആവശ്യമുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ പിള്ളേരുടെ പ്രായത്തിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പൊ അതാണെങ്കിൽ ഓക്കെ, അത് ഇങ്ങനെയാണ് കാര്യങ്ങള് മോനെ, അത് ഇതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, അതൊരു എക്സ്ട്രീം തെറ്റാണ് അവൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത്രയ്ക്കും ബോധ്യം ഉണ്ടെങ്കിൽ മോനെ അത് ശരിയല്ല, അതിലേക്ക് നീ പോകരുത്, അല്ലെങ്കിൽ ചെയ്യരുത്, അത് ചെയ്താൽ ഫൗൾ ഔട്ടോ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഇവര് വെറൈറ്റി കാര്യം എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ ഒരു ബേസിക് കാര്യമായിരിക്കും, നമ്മള് സമ്മതിക്കും എന്ന് വെക്കുന്ന കാര്യം എന്തായാലും സമ്മതിക്കില്ല. ഉദാഹരണത്തിന് അല്ല ഉദാഹരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അത് എന്റെ അപ്പച്ചനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അത് പിന്നെ ഒട്ടും സമ്മതിക്കില്ല. ചിലപ്പോ എന്തെങ്കിലും ചോദിച്ചേ പറഞ്ഞേക്കാന്ന് ചെല്ലുന്ന കാര്യം ഓക്കെ കുഴപ്പമില്ല ചെയ്തോന്ന് പറയും. അതിലിപ്പോ നമ്മള് ഭയങ്കര എക്സ്പെക്ട് ഇത് എന്തായാലും സമ്മതിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ തലേദിവസം വല്ലായിരിക്കും ചെന്ന് പറയണേ, ഇപ്പൊ ഭയങ്കര എക്സ്പെക്ടേഷൻ എന്നാ അപ്പൊ നാളെ ഞാൻ ഇങ്ങനെ സ്ഥലത്തേക്ക് പോവാ, വേണ്ട അതിന്റെ ആവശ്യമില്ല, തീർന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയണം, എടാ നീ നാളെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ വാ. അപ്പൊ ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ ഒക്കെ നോക്കുള്ളൂ നമ്മള്. വലിയ കുഴപ്പമൊന്നുമില്ല, പോവാ. ഞാൻ മലയാളം ഓക്കെ എന്ന് പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം ഇറങ്ങാൻ പപ്പ ഞാൻ അങ്ങനെ പോവാണ്ടാ, കുഴപ്പമൊന്നുമില്ല, വേണ്ട നീ പോണ്ട. നമ്മള് പോണ്ടേ? വേണ്ട, ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ തന്നെ അടുത്ത ദിവസം സിറ്റുവേഷൻ മാച്ച് നമ്മൾ ഇടപെടാൻ ഞാൻ പഞ്ഞില്ലടാ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ പോയതാ ഭയങ്കര. അത് കഴിഞ്ഞ് പപ്പ ഇങ്ങനെ ഫോട്ടോസ് എല്ലാം കാണുമ്പോ ഇവരൊക്കെ പോയില്ലോ, നീ എന്താ പോയിട്ടിരുന്നേ?
അതിപ്പോ കഴിഞ്ഞ പോകണ്ടെന്ന് പറഞ്ഞു. അല്ല അത് റിച്ചാർഡ് നമ്മൾ പോണം കൂട്ടുകാരോട്. എങ്ങനെ സാധിക്കുന്നത്? അല്ല ഇപ്പോൾ റോണിത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ട് എൻ്റെ ചെറുപ്പത്തിലെ ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ വലിയ കുറ്റമൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ അപ്പച്ചരിക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ദൈവം എന്ന് പെട്ടു, എന്തായാലും പെടും. നമ്മൾ വന്ന ദിവസം അപ്പച്ചൻ ഒന്നും പറയില്ല. ആ സമയം ചില പേട്ട കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോ അന്ന് ഭയങ്കര വഴുക്കും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. അൺഎക്സ്പെക്ടഡ് ആയിരിക്കും അപ്പച്ചന്റെ. അത് നീ ഇപ്പൊ അത് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അതാ ആലോചിച്ചത്. പഴയ കാലത്തിലേക്ക് ഒന്ന് പോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യണത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റെസ്പോണ്ട് ചെയ്യാൻ ഞങ്ങള് നല്ലല്ലോ. ഞങ്ങൾ ഒഴിവുള്ള റെസ്പോണ്ട് ചെയ്യും അല്ലേ? പപ്പയോട് പറഞ്ഞു അമ്മ എങ്ങനെ ശരിക്കും സിറ്റുവേഷൻസിലൊക്കെ? അമ്മ എപ്പോഴും ഒരേ അല്ല അവര് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരേ രീതിയാണ്. പക്ഷെ മമ്മിയുടെ കാര്യം നമുക്ക് കുറച്ചുകൂടി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പപ്പ ഈസ് അൺപ്രഡിക്റ്റബിൾ, അൺഎക്സ്പെക്ടഡ്. ആണോ? അങ്ങനെയാണോ? ഞങ്ങളിപ്പോ ഇത് പറഞ്ഞോണ്ട് പറയണേ, ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഞങ്ങളൊരു തീരുമാനം ഫൈനൽ പറയുന്നതിന് മുമ്പ് വി യൂസ് ടു ഡിസ്കസ്. ശരിയാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഇവരുടെ അടുത്ത് ചിലപ്പോ ഞങ്ങൾ പറയണത് വേറെ ഉത്തരവായിരിക്കും, പക്ഷെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോ വേറെ രീതിയിലായിരിക്കും. യൂഷ്വലി ഇപ്പൊ ഞാൻ യൂഷ്വലി ശ്രദ്ധിച്ചാണ് കൂട്ടുകാരുടെ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവര് അമ്മയോട് മാത്രം പറയും, പപ്പയോട് പറയില്ല. എന്റെ അപ്പൊ ചോദിക്കുമ്പോൾ പറയും അമ്മയോട് ചോദിച്ചിട്ടാ വന്നേ, അങ്ങനത്തെ. പക്ഷെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കാര്യം ശ്രദ്ധിച്ചില്ല. മമ്മിയോട് എന്ന് പറയുമ്പോ അത് എന്തായാലും പപ്പ അറിയാൻ എന്തായാലും അറിയോ. ഇങ്ങനെ ഞാൻ ചില സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിള്ളേര് അപ്പയോട് മാത്രം വന്നിട്ട് വരും, മമ്മിയോട് മാത്രം. പക്ഷെ അവിടെ പക്ഷെ അങ്ങനെ പറയില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഒരു കാര്യം അറിഞ്ഞ എന്തായാലും രണ്ടുപേരും അറിയും, ഉറപ്പാ. ചില വീട്ടില് മമ്മി മോൻ പപ്പു മോൻ അങ്ങനെ ഉണ്ടാവില്ലേ? ശരിക്കും വീട്ടിലെങ്ങനെയാ? ഇവർ രണ്ടുപേരും അയലോകത്തെ വീട്ടിലെ മോൻ. ശരിക്കും എങ്ങനെയാ? മക്കളെ നിങ്ങൾ പൊക്കോടാ. അല്ലല്ലേ ഇവർക്ക് അങ്ങനെ പപ്പമോൻ മമ്മി മോനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പപ്പേനും മമ്മീനും ഇഷ്ടം അങ്ങനെയൊന്നുമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമല്ലോ. രണ്ടുപേരും ഇഷ്ടമല്ലാതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മള് രണ്ടുപേരുടെ ഇപ്പൊ ഇവര് പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ആലോചിക്കായിരുന്നേ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു സ്ഥലത്ത് പോവാണ്. അപ്പൊ അവൻ്റെ വൈഫിനൊക്കെ ഞങ്ങളൊക്കെ വളരെ ഫ്രണ്ടാണ്, നിതയുടെ ഫ്രണ്ടാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഞാൻ വൈഫിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോളാം, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി വൈഫിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, വൈഫിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്തു, ചെയ്ത് ഞങ്ങൾ പോന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവൻ ആ വൈഫിനോട് ആ കാര്യം, അതിന്റെ റിയലായിട്ടുള്ള കാര്യം അവൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പൊ അവക്കത് ഞാൻ എന്തോ തെറ്റ് പറഞ്ഞു എന്നുള്ള രീതിയായി, ഞാൻ നുണ പറഞ്ഞു എന്നുള്ള രീതിയായി. ശരിക്കും അവക്കടെ വശത്ത് നോക്കുമ്പോൾ അവള് പറയുന്നത് ശരിയാണ്, ഞാൻ നുണ പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ നുണ പറഞ്ഞേ? കെട്ടിയോ തന്നെ പറഞ്ഞു, ഈ ഭാര്യയുടെ അടുത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞേക്കാണ് എന്നോട് പറഞ്ഞേക്കാണ്. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ പിന്നീട് ഇത് പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴുള്ള പ്രശ്നങ്ങളെ അപ്പൊ അതൊരു വിഷമായി ലാസ്റ്റ്. അപ്പൊ ആക്ച്വലി അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന്റെ വശത്തും തെറ്റില്ല, ഈ വൈഫിനെ സംബന്ധിച്ച് വശത്ത് ചിന്തിക്കുമ്പോ അവരുടെ വശത്ത് തെറ്റില്ല. ഇനി എന്റെ വശത്ത് ചിന്തിക്കുമ്പോ എന്റെ വശത്ത് വല്ല തെറ്റുണ്ടോ? പക്ഷെ ഇത് എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യും? എനിക്ക് പറയാൻ പറ്റുമോ ആ വൈഫിനോട്, ഞാൻ നിന്നോട് ഇവൻ പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞേ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല? പറയാൻ പറ്റുമോ? അന്ന് ഞാൻ ഇവനോട് പറഞ്ഞു, എടാ വൈഫിനോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അവൻ ഇറ്റ്സ് ഓക്കേടാ, ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല അതൊരു ഇഷ്യൂ ആയിരുന്നു, ഒരു വിഷമമായി ഉള്ളില്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് വലിയ സങ്കടമല്ലേ? അപ്പൊ അതിലും ഭേദം അങ്ങോട്ട് എല്ലാം തുറന്നു. അതിലും ഭേദം എല്ലാം അങ്ങോട്ട്. ഞാനിപ്പോ ഇവനത് പറഞ്ഞപ്പോഴാണ് ഓർത്തേന്ന്, ഞങ്ങള് വി യൂസ് ടു ഡിസ്കസ് തിങ്സ്. ഇപ്പൊ കോണ്ടന്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂ നിങ്ങളുടെ വീഡിയോസ് വരുമ്പോൾ ഒരു വ്യൂ ഉണ്ട്, നമുക്കറിയാം ഈ നിങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു വീഡിയോന് ഇത്ര വ്യൂ ഉറപ്പായിരിക്കും. പക്ഷെ എനിക്ക് ഓണത്തിന് ഇട്ടൊരു വീഡിയോ എനിക്ക് 24 മണിക്കൂർ മുമ്പ് 30 മില്യൺ ആണ്. 30 മില്യൺ 50 മില്യൺ കൂടിയിട്ടുണ്ട്. ശരിക്കും അത് ആരുടെ ഐഡിയ ആയിരുന്നു? നിങ്ങളുടെ എല്ലാരും ഇവിടെ ചർച്ച ചെയ്ത് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണോ അതോ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണോ? അതെ, ഞാൻ പറഞ്ഞ അത് ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ അല്ല, അത് ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു. അപ്പൊ ആ ട്രെൻഡില് ശരിക്കും ഇങ്ങനെ ഭാര്യ ഓടി വരുന്നു, ഒറ്റ കൈ കൊണ്ട് ഭർത്താവ് എടുത്ത് പൊക്കുന്നു, അതാണ് വീഡിയോ. അത് കുറച്ചും കൂടി ഒന്ന് മാറ്റി ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞത് പ്രോമിയാണ്. അല്ല, ഞാൻ പറഞ്ഞ എല്ലാവരും സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പുതുമയില്ലല്ലോ. ഞാൻ പറഞ്ഞ ആദ്യം റിച്ചാർഡ് ചെയ്യട്ടെ,
അത് കഴിഞ്ഞ് റിച്ചാർഡ് എടുക്കുമ്പോൾ കാണുമ്പോൾ റോണിത്തിന് അപ്പൊ റോണിത്ത് പറയില്ല എടാ മമ്മീനെ ഞാനിവിടെ നിൽക്കുമ്പോൾ നീ മമ്മീനെ എന്നുള്ള ചോദ്യമൊക്കെ അങ്ങനെ അതങ്ങനെ ചെയ്താൽ ഒരു പ്ലാൻ ആക്ച്വലി വേറൊരു ഷൂട്ടിന് നിൽക്കുമായിരുന്നു ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഓണത്തിന്റെ. അപ്പൊ വെറുതെ 2 ഫോട്ടോസ് ഓണത്തിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എന്നാ വെറുതെ ആ റീലും കൂടെ അങ്ങോട്ട് എടുത്താലോ വെറുതെ ഒരു റീല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. 24 hours 30 million വ്യൂസ് ആയിരുന്നു ആ സാധനം. ഭയങ്കര വ്യൂ ആയിരുന്നു. ഐഡിയാസ് ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാരും ഐഡിയ പറയല്ലോ, എല്ലാം കൂടി ഒരുമിച്ചിട്ട് നോക്കിയപ്പോ നല്ലൊരു റിസൾട്ട് ഉണ്ടായി. അല്ല ശരിക്കും അത് റീപോസ്റ്റ് ചെയ്ത ചില പേജുകൾ അതെടുത്ത് റീപോസ്റ്റ് ചെയ്തു. അതിന് വരെ 4 മില്യനും 5 മില്യനും വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ അത് കണ്ടുകൊണ്ടേ എന്നോട് ചോദിക്കാണ് കൊച്ചൊക്കെ എടുക്കുവോ മമ്മീനെ എന്നൊക്കെ ചോദിക്കാണ്. ഞാൻ നോക്കുമ്പോ ഇവന്മാര് സിമ്പിളായിട്ടാ നോക്കണേ. ഞാനത് എടുത്തത് ആരും നോക്കണില്ല. ഞാൻ എടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഈ ശ്വാസം നേരെ വീണേ. എങ്ങനെയുണ്ട്? അത്രയുണ്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ വേറെ ആരും എടുക്കാൻ പോരുത് ഒരിക്കലും. ശരിക്കും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഫാൻസ് ബേസ് ഉണ്ട് കൂടുതൽ. ഇപ്പൊക്കാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരും മോളെ ചുമ്മാ പറഞ്ഞ ഉമ്മാരെ എന്നെ പൊക്കി വെക്കാൻ. ശരിക്കും ആർക്കാ ഫാൻസ് കൂടുതൽ? എന്തോ കാര്യം സാധിക്കാനുണ്ട് കാര്യമായിട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ ശരിക്കും? അതെ, മറ്റേ ഇന്റർവ്യൂ അന്നത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ പിന്നെ എല്ലാരും കൂടുതൽ ചോദിക്കണത് വൈബ് തന്ത എവിടെ, വൈബ് തന്ത എവിടെ. ആ ഒരു ഇതാണ് എല്ലാരും യൂഷ്വലി ചോദിക്കാറ്. അതന്നെ എല്ലാരും യൂഷ്വലി അതാണ് ഫസ്റ്റ് ചോദിക്കാറ്. ഓ എടാ നിന്റെ പപ്പൻ ഭയങ്കര കൂളടാ, നീ എങ്ങനെ ഇത്ര വൈബ് ലൈഫാണോ നിന്റെ? പണ്ടത്തെ ഒരു യൂത്തുള്ള പ്രോമിച്ചേറിന്റെ വൈബ് എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഈ വൈബ് ആണെങ്കിൽ? എന്നോട് കോളേജ് ലൈഫ് ഒക്കെ മാക്സിമം എൻജോയ്. ഞാൻ അതാത് ദിവസം കോളേജിൽ പോയി പഠിച്ച അന്നത്തെ പുസ്തകം അന്ന് പഠിച്ച് ടീച്ചർമാരോട് ചോദിച്ചാൽ ഹോംവർക്ക് ചെയ്ത് ഞാൻ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോ ഈ പിള്ളേര് രണ്ടുപേരും വളരെ മാന്യതയുള്ള പിള്ളേരാണ്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വീര കഥകൾ പറയണ്ട വീട്ടില്. അതെ, ഈ പിള്ളേര് നമ്മുടെ പാരന്റ്സ് ഒക്കെ എപ്പോഴും പഴയ കഥകൾ, സ്കൂളിൽ പോയ കഥകൾ, അവരുടെ ജീവിച്ച രീതി, അവരുടെ ഫേവറേറ്റ് സോങ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറയാറുണ്ട്. പ്രോബി പറഞ്ഞു കൊടുക്കുമ്പോഴേ ഞാൻ പറയും ദൈവത്തെ ഓർത്ത് പറയരുത് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പറഞ്ഞ കഥ ഏതാ? അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത്? ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഞാൻ പപ്പന്റെ ഒരു ഇപ്പൊ പറയാം. പപ്പ ഡെയിലി കോളേജിൽ പോവും, പക്ഷെ പോവില്ല. ഓഹോ, ഓക്കെ. പപ്പ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ പപ്പ കോളേജില് എന്ന് വെച്ചാ ഒരു ദിവസം പോലും മര്യാദക്ക് പോയിട്ടില്ല. മര്യാദക്ക് കറക്റ്റ് ആയിട്ട് പോയിട്ടില്ല. അങ്ങനെയല്ല ഇവിടെ പപ്പ പറഞ്ഞ എന്റെ ഒരു ഓർമ്മയിൽ കിടക്കണ പപ്പ കോളേജിൽ പോയി അവിടെ എന്തോ ജനലുണ്ട്, അറ്റൻഡൻസ് കൊടുക്കും, ജനലിൽ കൂടെ ഇറങ്ങും. എന്നിട്ട് അല്ല ലൈക്ക് പിന്നെ എന്റെ ആന്റിമാരൊക്കെ പറഞ്ഞ പപ്പയുടെ സിസ്റ്റേഴ്സ് ഫസ്റ്റ് ഫ്ലോറിൽ തിരിച്ച് ആടും പപ്പ താഴത്തേക്ക്. അതില്ലേ ഇറങ്ങി ചാടും. രസം അന്ന് ഇങ്ങനെ എന്ത് നിക്കാല്ലേ, എനർജി ബാക്കി നിക്കാല്ലേ. പിന്നെ ഈ പറഞ്ഞ സംഭവമൊക്കെ എപ്പോഴും ഉള്ളതാ. ഈ അഴികളില്ലാത്ത ജനലാണ് കോളേജിന്. അപ്പൊ അറ്റൻഡൻസ് കുറച്ചെങ്കിലും വേണമല്ലോ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ വീട്ടിലേക്കൊക്കെ അറിയിക്കും. അറ്റൻഡൻസ് എടുത്ത് കഴിയുമ്പോ പിറകിലെ ജനലിൽ കൂടെ ഞങ്ങൾ ചാടി പോകും. അപ്പൊ ഇവരതിപ്പോ ആവർത്തിക്കുകയാണെങ്കിലോ? ഒരിക്കലും ചെയ്യരുത് മക്കളെ, അത് നടക്കൂലല്ലോ. നമ്മള് നനങ്ങി അപ്പൊ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ തീരുമാനങ്ങൾ ഇപ്പൊ എടുക്കും പെട്ടെന്ന് സ്കൂളിലേക്ക്. എന്റെ പൊന്നു മോളെ ഒരു ദിവസം ആബ്സെന്റ് ആയാല് അപ്പനും അമ്മയ്ക്കും മെസ്സേജ് വരും സ്കൂളിൽ നിന്ന്. കോളേജിൽ നിന്ന് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. അവിടെ ഒന്നാമത് ചാടാൻ അവിടെ ജനലില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ സിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും എനിക്ക് തോന്നുന്നു ആർട്സ് കോളേജിലൊക്കെ ഇന്റേണൽ മാർക്സ് വന്നിട്ടുണ്ട്. പഴയ പോലെ ആർട്സ് കോളേജിൽ പണ്ട് അതൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം, ബാക്കി നമുക്ക് ഫൈനൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതിയെടുത്താൽ മതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലായിടത്തും ഇന്റേണൽ മാർക്സ് ഉണ്ട്. അറിയുകയും ചെയ്യും. നിന്റെ മക്കള് നിങ്ങളുടെ മക്കള് വരുമ്പോ അതിനു വേണ്ടി അതിന്റെ അകത്ത് കിടത്തും. ഒരു കൊല്ലം ഇവിടെ പുറത്തേക്ക് വിടുള്ളൂ. സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതേവരെ ഒരു ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇതേവരെ ഒരു ക്ലാസ്സിൽ സമാധാനം
അവൻ പറഞ്ഞു ശരി എന്ന് ഇവിടുന്ന് കോളേജിൽ പോകും ഞങ്ങള്. പക്ഷെ ഒറ്റ ക്ലാസ്സിൽ അല്ല അതൊക്കെ ഒരു ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് ഓക്കെ അത് നല്ലതല്ല, നല്ലതാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഗ്യാപ്പ് കിട്ടിയില്ല എനിക്കതാ. ഞങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് ഉണ്ടായിരുന്നു. അയ്യോടാ. ഞങ്ങൾക്ക് ശങ്കരയിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ശങ്കര കോളേജാണ് ഞങ്ങളൊക്കെ ഏറ്റവും എൻജോയ് ചെയ്തേണ്ട ഒരു സമയം. ആ ശങ്കര കോളേജിൽ ഞാൻ പഠിച്ചിട്ട് ഞാൻ PG ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ നമ്മൾ ഈ ശങ്കര കോളേജിൽ നിന്നൊക്കെ പറഞ്ഞ പരീക്ഷ എഴുതുന്ന നമ്മൾ ഓടി നടന്നായിരുന്നേ. ദൈവമേ അങ്ങനെ പറയാം അമ്മ കേട്ടോ. അല്ല നമ്മളങ്ങനെ കോളേജിൽ അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെ പരീക്ഷ എഴുതുന്ന ഇങ്ങോട്ട് ഇതേപോലെ ഞാൻ വരുന്ന അവിടെ ബാംഗ്ലൂർ വെച്ചിട്ട് എക്സാം എഴുതിയപ്പോ ഒരാള് എന്റെ അടുത്ത് വന്ന് അങ്ങ് ദേഷ്യപ്പെട്ടു. നീ എന്തായിരുന്നു കാണിക്കണം, അടങ്ങി ഒതുങ്ങുന്ന പരീക്ഷ അല്ലെങ്കിൽ ഇപ്പൊ എനിപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ വെറുതെ നിങ്ങളെ നോക്കണം. പക്ഷെ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് അല്ല അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ വ്യത്യാസം മനസ്സിലാവണേ. ഇവിടെ നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരുന്ന എഴുതണേ. എക്സാമിനേഷൻ ഹോളിൽ നമ്മള് കോപ്പിയൊന്നും അടിക്കണില്ല. കോപ്പിയൊന്നും അടിക്കണില്ലേ. കോപ്പിയൊക്കെ അടിക്കുമ്പോ അവിടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ. അല്ലാണ്ട് നമുക്കൊരു ഫ്രീഡം ഇല്ലേ, അതൊന്നും പുറത്തില്ലല്ലോ. എക്സാമുള്ള ഫ്രീഡം കിട്ടാൻ ഭാഗ്യം വേണം. നല്ല കോളേജിൽ പഠിച്ചില്ല, അത് കാരണം. ഞാനാണ് ഏറ്റവും നല്ല കോളേജിൽ പഠിച്ചത്. ഇത് എവിടെയാ പഠിച്ചേ? കാരൽ കോളേജിലോ? അയ്യേ. ഇപ്പൊ റാംബാക്കിൽ എനിക്കൊന്ന് ഫോറം മാളില് ഉണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അമ്മ വീഡിയോ എടുക്കുന്നു. ഞാൻ കണ്ടില്ല, ആരോ അതൊരു വീഡിയോ എടുത്തു. പക്ഷെ ആ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടല്ലോ. അയ്യോ എല്ലാ പരിപാടിക്കൊന്നും പോവാറില്ല. അതായത് ഇവരുടെ കോളേജില് ഇവർക്കൊരു ടീമുണ്ട് ഫാഷൻ ഷോയ്ക്ക്. അപ്പൊ ആ ടീം എല്ലാ കോമ്പറ്റീഷൻസിനും പല 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 സ്ഥലത്ത് പോവാറുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങക്ക് അടുത്ത് എറണാകുളത്ത് വെച്ച് ഇവന്റെ ഒരു ഷോ വന്നത്. അപ്പൊ അങ്ങനെ അന്ന് സൺഡേ ആയിരുന്നു, ഞങ്ങൾ എല്ലാരും കൂടെ ഉള്ള കാരണം അങ്ങനെ ചുമ്മാ അങ്ങ് പോയി. കഴിഞ്ഞ ദിവസം മറ്റേ CBSE കലോത്സവത്തില് സഹോദയയില് പോയി എന്നിട്ട് സമ്മാനമൊക്കെ മേടിച്ചിട്ട് അതൊന്ന് കാണാൻ പോകാൻ പറ്റിയില്ല ഞങ്ങക്ക്. അതെവിടെ തൊട്ടടുത്തായിരുന്നു, പോവാൻ പറ്റിയില്ല. അവൻ വിന്നറായതായിരുന്നു, പക്ഷെ അതൊന്നും പോയി കാണാൻ പറ്റിയില്ല. ഓ ഈ സ്പോർട്സിന് ഭയങ്കര താല്പര്യം ഉണ്ടെന്നല്ലേ എല്ലാവർക്കും? സ്പോർട്സിന് ഇവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ മറ്റു പിള്ളേര് സമ്മതിക്കാറില്ല. അവർ അതിന്റെ മീതെ ചാടുന്നു. എന്ത് ചെയ്യാൻ ഇവർക്കിടെ കുഴപ്പമല്ല. മറ്റവന്മാര് അതിൽ മീതെ കയറി കളിക്കുമ്പോ അത് ഇവർക്ക് അതൊന്നും ഇഷ്ടപ്പെടണമില്ല. എന്ത് ചെയ്യാ? ഈ റാംബോക്ക് ഭയങ്കര ഫാഷനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇപ്പം സ്റ്റൈലുണ്ട്, ആളുടെ തന്നെ ഒരു സ്റ്റൈൽ ആളെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. താല്പര്യമുണ്ട്, ഒരു പാഷൻ പോലെയാണ് അത്. പിന്നെ കോളേജിൽ ടീം ഉള്ളതുകൊണ്ട് അങ്ങനെ കയറിയതാണ് ഞാൻ. രസമാണ്, ഒരു പാഷന്റെ കൂടെ കയറിയതാണ് ഞാൻ. റാംബോക്ക് പാഷൻ ഒക്കെ ഉണ്ടോ? മോഡലിംഗ്? മോഡലിംഗ് ഇല്ലാന്ന് പറയാം. ശരിക്കും താല്പര്യമുണ്ടോ ഫാഷൻ? താല്പര്യമില്ലായ്മയില്ല, ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല. കിട്ടാണെങ്കിൽ ചാൻസ് കിട്ടിയിട്ടില്ല. അതെ ചാൻസ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട്, ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ലുലു ചെറുപ്പത്തിലേ ചെറുപ്പത്തിൽ ലുലു ഫാഷൻ വീക്കിൽ പോയിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങളുടെ കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അല്ല ഞാൻ സത്യത്തിൽ അത് പറഞ്ഞപ്പോൾ ഓർത്തേ, ഞാൻ കോളേജില് ഞാൻ വെൽ ഡ്രസ്ഡ് മാൻ, എനിക്ക് സുന്ദരൻ എന്നുള്ള പട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട് കോളേജ്. ഐ മീൻ ഡ്രസ്ഡ്, വെൽ ഡ്രസ്ഡ്. അന്ന് മിസ് BPC ആയിരുന്നു. ഞാൻ ശങ്കരയില് വെൽ ഡ്രസ്ഡ് മാൻ ആയിരുന്നു. അങ്ങനെ കോമ്പറ്റീഷനിൽ വെൽ ഡ്രസ്ഡ് മാൻ എന്നൊരു അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ മിസ്റ്റർ അല്ല, മറ്റേത് ഹെൽത്ത് ആണല്ലോ നോക്കണേ. ഇത് ഇത്ര രസമായിട്ട് കോസ്റ്റ്യൂം ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ വരുന്നത്. ഓക്കെ, കോസ്റ്റ്യൂം സെൻസ് ഈ കൂടുതൽ ആർക്ക് ഏറ്റവും കൂടുതൽ? രണ്ടുപേർക്കും. അല്ല പക്ഷേ പറഞ്ഞ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോ സൂപ്പർ സാധനം തരും. അവിടുത്തെ ഉള്ളതിലേറ്റവും യൂണിക് നിങ്ങൾക്ക് എടുത്തരോ? അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസിന്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. ഇവരാണ് ഞങ്ങൾക്ക് ഓ ഇനി എന്ത് വേണം എന്നൊക്കെ കല്യാണം കഴിയുമ്പോഴും പറയണോട്ടോ. ഇവ അമ്മ കുക്കിംഗ് ചെയ്യല്ലോ നന്നായിട്ട്? കുക്ക് ചെയ്യോ? അമ്മ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് ഏതാ? എല്ലാം ഒരു സ്പെഷ്യൽ മമ്മിയുടെ സ്നാക്സ് ആണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട്. അങ്ങനെയല്ല, അതിപ്പോ പറയാനുള്ള കാരണം കുറച്ചു ദിവസമായിട്ട് ഹോസ്റ്റലിൽ പോയി നിൽക്കണ്ടേ കോളേജ്. ഇപ്പൊ എല്ലാം നന്നായിട്ട് തോന്നി തുടങ്ങി. അതെ, മാറി നിൽക്കുമ്പോ വീട്ടിൽ നിന്ന് മാറി ശരിയാ. ഇന്നിപ്പോ ഞാൻ ചോദിച്ചോളൂ, ഇവിടെ വന്ന് രാവിലെ ഇപ്പൊ ഇന്നലെ വന്നോളൂ ഹോസ്റ്റലിൽ നിന്ന്. അപ്പൊ ഇന്ന് കഴിച്ചപ്പോ ഞാൻ ചോദിച്ചോളൂ, എടാ ഇവിടെ വന്ന് കഴിക്കുമ്പോ നിനക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നണ്ടോന്ന് ചോദിച്ചു. ഭയങ്കരമായിട്ട് പറഞ്ഞോളൂ. അമ്മ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് എല്ലാം അടിപൊളിയായിരിക്കും, എന്നാലും യൂഷ്വലി അമ്മയുടെ ഏറ്റവും ലൈക്ക് വെറൈറ്റി ആയിട്ട് വരുന്നത് സ്നാക്സ് ആയിരിക്കും 4 മണി സമയത്ത്. അപ്പൊ യൂഷ്വലി നമ്മളെപ്പോഴും ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയി വരും, സ്കൂൾ ടൈമിലാണെങ്കിൽ
ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, അതാണ് കാര്യം. സ്കൂൾ ടൈമിലായിരിക്കുമ്പോ 4 മണിയാകുമ്പോ വരും. ആ സമയം മമ്മി ഇപ്പൊ എല്ലാ ദിവസവും ഒരു സ്നാക്സ് എന്തെങ്കിലും വെറൈറ്റി സാധനം ഉണ്ടാവും. അപ്പൊ അതാണ് മമ്മിയുടെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് യൂഷ്വലി മമ്മിയുടെ വെറൈറ്റി സാധനം. പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് എനിക്ക് കപ്പ ഇറച്ചി സൂപ്പറായിട്ട് വെക്കും മമ്മി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ബീഫ് ഇഷ്ടമുള്ള ആളാ. ബീഫൊക്കെ ഇഷ്ടമാണ്. പപ്പ ഓംപ്ലേറ്റ് എപ്പുണ്ടാക്കി ഇതില്ലാത്തപ്പോ ഞാനല്ലേ ഇവർക്ക് എന്റെ ദൈവം, ഞാനില്ലാത്തപ്പോ പിള്ളേര് പപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണേ. ഇതാ ഞാൻ അവരോട് പറഞ്ഞേക്കാണ്, എടാ പപ്പയുടെ ഭംഗി അല്ല പപ്പയുടെ മധുരം പപ്പയുടെ ടേസ്റ്റ് പറയണ്ട. ഞാൻ പിള്ളേരോട് പറയും, മോനെ പപ്പ വരുമ്പോ പപ്പയ്ക്ക് എടാ ഒരു മുട്ട പൊരിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു നാരങ്ങളും എടുത്തു കൊടുക്കണം കേട്ടോ എന്ന് ഞാൻ പിള്ളേരോടാ പറയണേ. കാരണം പിള്ളേർക്ക് എവിടെ എന്തൊക്കെ എടുക്കണേ, അത്യാവശ്യം അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. ബേസിക് വലിയ ഭയങ്കര കുക്കിംഗ് അല്ല, പക്ഷെ കുറച്ച് ബേസിക് കുക്കിങ്ങുകളൊക്കെ അവർക്ക് ചെയ്യും. പുള്ളിക്ക് എവിടെയാ പാത്രം ഇരിക്കണേന്നോ അടുക്കള എവിടെയാന്ന് അറിയാൻ പാടില്ല. ഞാൻ എല്ലാം കുക്ക് ചെയ്യും. എനിക്ക് അതിനൊരു ഇവര് സമ്മതിക്കില്ല. ഇതാ എപ്പോഴും എല്ലാം ചെയ്യും, ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യും. ഓക്കെ, ഒന്ന് എല്ലാം കുക്ക് ചെയ്യും. എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ റെസിപ്പി അത്ര ബേസിക് കാര്യം. സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി പറഞ്ഞുതരാമോ? പറയും. പറയില്ല, അത് സീക്രട്ട് ആയിട്ട്. എന്റെ റെസിപ്പീസ് ഓൾവേസ് സീക്രട്ട് ആണ്. ഞാനത് വെച്ച് എനിക്ക് സമയം തരാണ്, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഭയങ്കരം ആക്കി തന്നിട്ടുണ്ടെങ്കിൽ പറയണോ. വേണ്ട പ്രോമി, ദോശക്ക് അരയ്ക്കാൻ അത് വലിയ റെസിപ്പി ഒന്നും ഇല്ല. ദോശക്ക് അരയ്ക്കാൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങളൊന്നും കൊള്ളില്ല. വെരി ഗുഡ്. പറയ് ദോശയുടെ മാവ് അരയ്ക്കാൻ എന്തൊക്കെയാ ദോശന്റെ മാവിലുണ്ടാവുക? ദോശ അത് നമ്മള് തലേദിവസം വെള്ളത്തിലിടണം. അതന്നെ ദോശമാവ് അപ്പൊ അത് അരക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് വെള്ളത്തില് അരി അത് നനച്ചെടുത്തിട്ട് അതിനകത്ത് 2 മറ്റേ വെള്ളരി എന്നിട്ട് അത് വെള്ളത്തിലിട്ട് അത് മിക്സിയിലിട്ട് അടിക്കണം. അത് അടിക്കുമ്പോ അതിന്റെ കൂടെ ഇത്തിരി ആ സാധനത്തിന് വേണ്ട പ്രോമി പ്ലീസ്. മുതിരല്ലല്ലോ അതിന്റെ പേര് അല്ലല്ല, ഉഴുന്ന്. ഓ മൈ ഗോഡ്, അല്ല ആ പേര് കിട്ടിയില്ല. ഓ അതിന്റെ കൂടെ ഇച്ചിരി ഉഴുന്നിട്ട് കൊടുക്കണം. അതെന്തിനാന്നറിയാമോ? അതൊക്കെ ഇതാ പറഞ്ഞുതരും. ഉഴുന്നിടണ എന്തിനാ നമ്മള് ദോശ അരി അരിക്കുമ്പോ അല്ല ഇച്ചിരി ഇടണ അത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഈക്വൽ അല്ല, ഹാഫ് ഹാഫ് ഇടുക. അതിന് തന്നെ ഈക്വലി ഞാൻ പൊക്കോട്ടെ. അത് തന്നെയല്ലേ ഈക്വലി അത് തന്നെ ഉദ്ദേശിച്ചെന്ന. നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? അത് രണ്ടും ഇടും. അത് അരച്ചെടുത്ത് ഒഴിച്ചു വയ്ക്കാൻ, എന്നിട്ട് മാവ് പൊങ്ങാൻ നിർത്തും. യുനോ എത്ര സമയം എടുക്കും പൊങ്ങാൻ? അത് രാവിലെ ഞാനിവിടെ ഇന്നും രാത്രി ഇത് അരച്ചു വെച്ചിട്ട് ഞാൻ പോയി കിടക്കും. എന്നിട്ട് രാവിലെ വരുമ്പോ അത് പൊങ്ങും. എന്താ പിന്നെ അതിന് ഈസ്റ്റ് കുറച്ചിടും. ഒരളവ് പറയാമോ? ഇപ്പൊ ഹാഫ് ഹാവ് ഈക്വൽ എന്നൊക്കെ പറഞ്ഞു, ഒരളവ് പറയാമോ? 3 കൊങ്ങര കമ്പിയുടെ പൈപ്പിന്റെ വെയിറ്റ് പറയാൻ പറ്റില്ല. 3 കൊങ്ങര പൈപ്പ്, 4ക്ക് 2 പൈപ്പ് തൂക്കി വെക്കാൻ പോരെ? പിന്നെ ഈ അളവ് തൂക്കി വെക്കാൻ പോരെ? അളവ് നമുക്ക് അറിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വീടിനിടേണ്ട ഷീറ്റിന്റെ നീളം എത്രയാണെന്ന് അത് ആപ്പിക്കോ അയാളെ കൊണ്ട്. ഇതുപോലെ തന്നെയാണ് ഇത് തൂക്കിക്കും. എന്നിട്ട് ഇത് എന്തോരം വേണമെന്നുള്ളത് 2 പ്രാവശ്യം 2 പേര് തിന്നു കഴിയുമ്പോ അതിന് എന്തോരം അളവ് വേണമെന്ന് അറിയാൻ പറ്റും. അല്ല അങ്ങനെയല്ല. ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ നമ്മള് ഇപ്പൊ 2 നാഴിയാണ് അല്ലെങ്കിൽ 3 നാഴി പച്ചരി എടുക്കുവാണെങ്കിൽ അതിന് ഒരു അളവുണ്ട്. അല്ല 4 നാഴി പച്ചരി എടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലി ആവൂലേ? അല്ല 4 നാഴി എടുത്തോ, അപ്പൊ അതിന് എത്ര പകുതി എന്ന് പറഞ്ഞല്ലോ നേരത്തെ. എന്ന് പറഞ്ഞാ എന്റെ പൊന്നോ, അരി അണിച്ചിരുമ്പോ ഒരു പിടി ഉഴുന്നു വാരി അതിനകത്ത് ഞാൻ ഇടും. അതിനങ്ങനെ ഒരു റിട്ടേൺ ലിഖിത നിയമമൊന്നും ഇല്ല. ഓ പൊന്നോ, നീ ഈ പാർന്ന് കഴിക്കേണ്ടത് ഈ പാർന്ന് കഴിക്കണ ആ ഉഴുന്നാട് അല്ല സോറി ഇവിടുന്ന് മാവ് കിട്ടും മേടിക്കാൻ. അതങ്ങനെ മേടിച്ചാ പോരെ? മേടിച്ചാ മതി, പക്ഷെ ഉണ്ടാക്കണം. എന്താ എന്നിട്ട് ഒരു പാൻ വെക്ക, അത് ചൂടാക്ക, അതിലേക്ക് ഇത് ഒഴിക്ക, കാണിക്ക.
ഇത് ഇത്രയ്ക്ക് ജ്ഞാനമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു അവസരം കിട്ടാത്തോണ്ടാ. എനിക്കൊന്നും ഒരു അവസരം കൊടുത്ത ആള് അടിപൊളിയായിട്ട്. പിന്നല്ലാണ്ട് ഇതല്ല എന്ത് കാര്യത്തിനും ഇപ്പൊ എനിക്ക് അറിയാൻ പാടില്ല എന്നിരിക്കട്ടെ, ഈ ഒരു അവസരം എനിക്കത് ചെയ്യണം എന്ന് നിർബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഉറപ്പായിട്ട് ചെയ്യേണ്ടി വരില്ലേ. ഞാൻ എപ്പോഴും ഇതോടാ പറയാറുള്ളത്, ഈ അറിയില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ല. ദൈവത്തെ ഓർത്ത് ഇറച്ചിക്കറി ഒന്നും വെച്ച് കളയരുത്. ഒരു കുഴപ്പമില്ല. ചിക്കൻ ഉണ്ടാവില്ല എന്നൊക്കെ. ഞാൻ 2 കൊല്ലം ഞങ്ങൾ പഠിക്കുമ്പോ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നല്ലേ. ആകെ 2 കറി വെച്ചിട്ടുണ്ട്. എന്താന്നറിയാമോ? ഉരുളക്കിഴങ്ങ് ഒലത്തിയത്, പിന്നെ തൈര്. ഇത് രണ്ടും വെച്ചിട്ടാണ് 2 കൊല്ലം ഹോസ്റ്റലിൽ കഴിച്ചു കൂട്ടിയത്. നല്ല കോമ്പിനേഷൻ. ഞങ്ങൾ 5 പേര് ഞങ്ങള് ഒരു വീടെടുത്ത് ഞങ്ങൾ താമസിച്ചു. PG എന്റെ പൊന്നെ 238 തവണ ഇത് പറയണേ. ഓക്കെ, അതൊക്കെ ഒരു കാലമായിരുന്നു മോളെ. ഇപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പൊ അമ്മയായിട്ട് നമ്മുടെ ആൺകുട്ടികളാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം ലൈഫിൽ, അങ്ങനെ ഇപ്പം പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ കുക്കിംഗ് ആയാലും എല്ലാ കാര്യം ഒറ്റക്കായാലും എല്ലാ കാര്യം ചെയ്യണം എന്ന രീതിയിൽ. അതിനുത്തരം അവരോട് ചോദിക്കാം, അവര് പറയട്ടെ. ശരിക്കും എങ്ങനെയാ? പിന്നെ പറയാറുണ്ട്, എന്നോട് പറയും മറ്റേ കല്യാണം കഴിച്ച് വരുമ്പോ അത് ചെയ്യണോന്നില്ല, നിനക്ക് വേണേ നീ എന്നെ വെച്ച് തിന്നണം. അങ്ങനെയൊക്കെ പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ആദ്യം നമ്മള് ഇത് കളയും. പിന്നെ മമ്മി അടക്കം ഇങ്ങനെ പറയും, ഞാൻ കറി വെക്കണത് നീ വെച്ചോളം പറയും. അപ്പൊ ഒന്നും ചെയ്യുന്നു പറയും. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ ഒന്ന് പഠിപ്പിച്ചെന്ന പേടിയായിരുന്നു. അങ്ങനെയൊക്കെ പറയും. അല്ല അങ്ങനെയല്ല, ഞാൻ നമുക്ക് ഇവിടെ സഹായത്തിന് ആളുണ്ട്, വീടൊക്കെ ഉണ്ട്. പക്ഷെ ഇതില്ലാത്ത അവസരങ്ങളും ഉണ്ട്. ശരിയാ. അവര് നാട്ടിൽ പോവും, ചിലപ്പോ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ചിലപ്പോ 1 മാസത്തേക്കോ അവരില്ലാത്ത അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നീലിമ വാപ്പസാവോ? നീലിമ ഇപ്പൊ പോയേക്കാം. അല്ല, അത് എന്താ പ്രശ്നം എന്നറിയാവോ? ഇവർക്ക് എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് ഡെയിലി ഫുഡ് വേണം. എനിക്ക് ഷൂട്ടുള്ള ദിവസം രാവിലെ 6 മണിക്ക് പോകണം. ഞാൻ രാത്രി 10:30 ആവും. അതായത് 9:30 വരെയാണ് നമ്മുടെ സമയം. അത് കഴിഞ്ഞ് 1 മണിക്കൂർ വണ്ടി ഓടിച്ചാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തണേ. 10:30 ആവും വീട്ടിലെത്തുമ്പോൾ. ഇത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുക്ക് ചെയ്യലൊക്കെ നടക്കും. പക്ഷെ ക്ലീനിങ്ങും എല്ലാം ഒരുമിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അപ്പൊ ഓക്കെ, എല്ലാം പുള്ളിയാട്ടോ ചെയ്യണേ. അപ്പൊ ഇവരും കൂടി കുറച്ച് ചെയ്താലാണ് എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ പോവില്ല. അപ്പൊ ഇപ്പൊ ഞാൻ മക്കളാണ് അടിക്കുവാണെങ്കിൽ കണ്ടത് ഞാൻ പറയണത്, പുള്ളിക്ക് ഞാൻ ലെങ്ത് കൂടുന്നതാണ് ഇപ്പൊ പ്രശ്നം. ഞാൻ അടിക്കുവാണെങ്കിൽ ഞാൻ പറയാം അവരോട്, മോനെ ഒന്ന് തുടയ്ക്കാമോ എന്ന് ചോദിക്കും. അവര് തുടച്ചു തരും. അവരെന്ന് പറഞ്ഞ ഞാൻ ചെയ്യില്ലേ? ഇല്ല, അല്ല അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ പാത്രം കഴുകി വെക്കുകയാണെങ്കിൽ ഒരാൾ പാത്രം എടുത്തു വെക്കും, ഒരാൾ എനിക്ക് ടേബിൾ ക്ലീൻ ചെയ്ത് തരും. പപ്പ പ്രോമിസ് ചെയ്യും, എന്താന്നറിയാമോ? റിച്ചു മമ്മിക്ക് അത് ചെയ്തു കൊടുക്ക്, റോണി മമ്മിക്ക് ചെയ്തു കൊടുക്കടാ, മമ്മിയോട് ഒറ്റയ്ക്കാണ് ചെല്ലടാ. സപ്പോർട്ട് ചെയ്യും. പുള്ളിക്ക് മാനേജിങ് ആണ്, അതാണ് ഇഷ്ടം. പക്ഷെ അതനുസരിച്ച് അവര് ചെയ്യുന്നുണ്ടല്ലോ കൂടെ. തകർന്നു പോയോ ഹൃദയം? തകർന്നിരിക്കും. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ട് മാറിയിരിക്കും. ഗെയിമൊക്കെ ഉണ്ടല്ലേ? ഗെയിമിന് കുറവില്ല. വൈറ്റ് ടീം വൈറ്റ്. ഞങ്ങൾ പുറകിലൊരു ഡിസൈൻ ഉണ്ട്, ഞങ്ങൾ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഫ്രണ്ട് തന്ന ഡിസൈൻ അതിനായിരുന്നോ ചേട്ടാ? പറഞ്ഞിട്ടാണോ വൈറ്റ് രണ്ടുപേരും ടീമാവൻ? അല്ല, മലപ്പുറത്ത് ഞാൻ മാത്രല്ലേ വൈറ്റ് എടുത്തൊക്കെ. ഓക്കെ, ഗെയിം ഇതാണ്. നിങ്ങൾക്ക് 2 പേർക്ക് അവസരമുണ്ട്. അതായത് ടീം എ, ടീം ബി. അപ്പം ടീം എ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, എന്ത് വിഷയത്തിനും ചോദിക്കാം, എന്ത് കാര്യം സംസാരിക്കാം. പക്ഷെ അതിന്റെ മറുപടി ഒരു ബന്ധമില്ലാത്ത മറുപടി ആയിരിക്കണം തിരിച്ചു കൊടുക്കാം. ഈസിയാണെന്നൊക്കെ. ഇപ്പൊ ഒരാൾ ചോദിച്ചാൽ സ്പീഡിൽ മാറി മാറി ചോദിക്കണം കേട്ടോ. എന്തിനെ പറ്റി? എന്ത് ഇപ്പം എന്താ പേര് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും നിങ്ങള്? ചിക്കൻ. അപ്പൊ അത് ചിക്കന്റെ ഒരു പേരല്ലേ, അപ്പൊ അങ്ങനെ പറയുന്നത്. പറയാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി, അങ്ങനെ കണക്ഷൻ ഇല്ലാതെ പറയാം. അവര് ചോദിക്കട്ടെ, നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാം അല്ലേ? ഓക്കെ, ചോദിച്ചോ. നിങ്ങൾ ചോദിക്കാം ആദ്യം, ഞങ്ങൾ പറയാം. പറ്റില്ല, അപ്പൊ ഞങ്ങൾ അയച്ചെടുക്കാൻ വേണമെങ്കിൽ പറ്റില്ല. അവസരം ഞങ്ങൾ ആദ്യം നിങ്ങൾക്ക് തരണം. സ്പീഡില് ചെയ്യണേ. ഇവിടുന്ന് കടയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? കമ്പ്യൂക്കാനല്ലേ പോണേ? രാവിലെ കടയിൽ എത്ര മണിക്ക് തുറക്കണേ? എന്തായി പറയണ? ചായ കുടിക്കാൻ ടൈം എടുക്കരുതേ. പെട്ടെന്ന് എന്താന്ന് പറഞ്ഞാൽ ചോദിക്കടോ. ഇത് ഭയങ്കര ക്രൂരിയായ ഇതായിട്ട് അഭിനയിക്കണ്ടല്ലോ, അതെങ്ങനെയാ സാധിക്കണേ?
എനിക്ക് മക്കളോട് നല്ല സ്നേഹമല്ലേ. ആണോ? ചേട്ടൻ പറയാം. എടാ റിച്ചു, നീ ഇപ്പൊ സ്കൂളിൽ കഴിഞ്ഞ ദിവസം എന്നിട്ട് പ്രശ്നം ഉണ്ടായേ? അത് മിഞ്ഞാൻ ഓക്കെ, അതെ, ഒരു ചോദ്യം ചോദിക്കുന്നു, ആൻസർ സ്പീഡിൽ ആൻസർ പറഞ്ഞാൽ ചോദ്യം ഇവിടുന്ന് വരാം. ഇപ്പൊ അപ്പൊ ട്രയലായിരുന്നു. അതെ, ട്രയലായിരുന്നു. ഇപ്പൊ ട്രയലായിരുന്നു. 4 പേരും അങ്ങനെ ചോദിക്കാലോ. ബ്രെയിൻ സമ്മതിക്കാനുള്ള. പക്ഷെ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ആ അങ്ങനെയാണ്. എനിക്ക് മിഠായി ഇഷ്ടം. അങ്ങനെ വേറെ വേറെ ഉത്തരം പറയണം. ശരി, ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. റിച്ചാർഡ് ഇപ്പൊ എന്തിനാ പഠിക്കണേ? നാളെ ഞാൻ അങ്ങോട്ട് മറ്റേ സ്ഥലത്തേക്ക് പോകും. നിതയുടെ സീരിയലിന്റെ പേര് പറഞ്ഞേ. ഞാൻ കാറോടിച്ചു പോകും. നിങ്ങൾ എല്ലാരും പോക്കുകാരാണോ നിങ്ങൾ? Yes. വരുവാര് ഞങ്ങൾ ജയിച്ചു. ഇനി നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ജയിക്കും. അപ്പൊ ഒന്ന് ഞങ്ങൾക്ക് ഒരു പോയിന്റ്. റോണിക്ക് എത്ര ഷർട്ട് ഉണ്ട്? മത്തങ്ങ. നിങ്ങളുടെ വീട്ടില് പെറ്റ്സ് ഉണ്ടോ? പോയി ഇത്ര സമയം എടുക്കാൻ പറ്റില്ല. പോയി അവരുടെ അപ്പൊ ഈക്വലായി. അവരുടെ ഒരു മാർക്ക് പോയി, നമുക്ക് നമ്മുടെ നിങ്ങൾ ശരി, എന്നാ നമുക്ക് നാളെ വേളാങ്കണ്ണിക്ക് പോയാലോ? നാളെ ഞങ്ങള് മറുപടി ഒന്നും കേട്ടോ, അങ്ങനെ പറ്റില്ല. മറുപടി റിച്ചാർഡ്, ഡു യു ഹാവ് എ ലവർ? ഞാൻ ഇന്നലെ ഇടിഞ്ഞു വീണായിരുന്നു അവിടെ. അവൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാട്ടോ അല്ലടാ. ഇല്ല, ഞാൻ പിന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് അല്ലടാ ഇല്ലടാ അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അതൊരു ചോദ്യം അല്ല റോണി. ചോദിക്ക്. അങ്ങനെ ചോദിക്കാം, അങ്ങനെ ചോദിക്കാൻ പാടില്ല. സിനിമയ്ക്ക് വാ. അതൊരു ചോദ്യമല്ല. സിനിമയ്ക്ക് വാ. എനിക്ക് പപ്സാണ് ഇഷ്ടം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഉത്തരം പറയരുത്. അല്ല, അപ്പൊ നിങ്ങക്ക് വേറെ ചോദ്യം ചോദിക്കാനില്ല? ശരി, എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ല ഇല്ല, എനിക്കത് പറ്റില്ല. ഞാൻ പറയാം. നീ ചോദിക്കാത്ത നിങ്ങക്ക് വേറെ ചോദ്യം ചോദിക്കാനില്ലേ? സിനിമയ്ക്ക് വാ. ഇത്ര ആലോചിച്ച് പറയാനാണെങ്കിൽ അപ്പൊ ഞങ്ങൾക്ക് ഇത്ര ആലോചിച്ച് പറയാം. ഇത് 2 സെക്കൻഡ് ആലോചിച്ചോ. തീർച്ചയായിട്ടും ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാ? ഇന്ന് ഭയങ്കര തണുപ്പാ. അതൊന്നും നേരത്തെ നിനക്ക് പോപ്പി പിടിക്കൂടെ? നാളെ ഞാൻ പോകും. നാളെ ട്യൂഷനുണ്ട്. ഏത് സബ്ജക്ട്? ആപ്പിള്. ഇത് ഫോൺ കേടായോ? എനിക്ക് ഉറക്കം വന്നു. റോണത്തിന് എത്ര ഡ്രസ് ഉണ്ട്? നാളെ ഹോസ്റ്റലിൽ പോയല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നാളത്തെ പരീക്ഷ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാ? കെമിസ്ട്രി. ഇപ്പൊ പോയത് അഭിഷേകന്റെ കാറാണോ? എന്തുവാ ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാ? എനിക്ക് നാളെ രാവിലെ 3 അതെ, എനിക്ക് നാളെ മമ്മി എന്ത് ചോദിച്ചേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാന്ന്? എനിക്ക് നാളെ രാവിലെ 3 മണിക്ക് സിനിമയ്ക്ക് പോകണമെന്നിട്ട്. പിന്നെ അവനോട് മാത്രമാണ് ചോദിക്കണം, ആരും ചോദിച്ചൂടെ? എന്തുവാണ് റോണിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? ശ്രീത്ത്, അരുൺ, ബ്രസീല്, ബ്രിജേഷ്. ബ്രസീലോ? ഞാൻ ഇപ്പൊ ചോദിച്ചതിന് ബ്രസീലോ ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞു. അതിന് പോയിന്റ് അപ്പൊ പോയില്ലേ? നിങ്ങളെ മേടിക്കേണ്ട പോയിന്റ് പോയി പോയിന്റ് പോയി. പോയേ നമ്മൾ വൻ നഷ്ടത്തിലാണല്ലോ പോയി. അല്ല, അവരുടെ 3 പോയി, നമ്മുടെ 3 പോയി. ഇതാണ് സാരി കച്ചവടം എങ്ങനെയുണ്ട്? എനിക്ക് സാംസങ് ആണ് ഇഷ്ടം. സാംസങ്ങിന് സാരി ഒക്കെ ഉണ്ടോ? ഫാൻ. ഇതെന്താണ് ഇതാ? ഇന്ന് കഴിക്കാൻ ചെടികൾ. അത് ഭയങ്കര ഐഡിയ ആയി കേട്ടോ. ഞങ്ങൾ ഇതിന് ഓരോ ചോദിക്കാൻ എനിക്ക് തോന്നുന്നു സംസാരിക്കാനോ? സാമ്പാർ ഞാൻ വെക്കാറുണ്ട്. ആണോ? ചേട്ടനെ തൊട്ടായിരുന്നു സ്കൂളിൽ തൊട്ടായിരുന്നു? വത്തക്ക. അത് ഉത്തരവായി പോയി, സ്കൂളിൽ മത്തങ്ങ. ഉത്തരവൊന്നുമല്ല. റിച്ചാർഡിന്റെ സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ പേരെന്ന് പറഞ്ഞേ. നാളെ സ്കൂളിൽ പോകണം. എനിക്ക് പറ്റില്ല അങ്ങനെ. ഒറ്റയ്ക്കാന്നെല്ലാം പറഞ്ഞു. നാളെ ബസ്സിലാ പോണേന്ന് പറ. നാളെ ബസ്സിലാ പോയി. നന്ദി തോടി ചോദിക്കാം. രണ്ടുപേരോട് ഇത് പറയരുത്. ഞാൻ ചോദിക്കണം നിതാ, നിതയുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? കിണറുണ്ട്.
അല്ല നമുക്കൊരു ചെറിയ വ്യത്യാസം ഉണ്ട്. ഇത് ഇങ്ങനെ സിംഗിൾ വേർഡ് ഒരു റാപ്പിഡ് ആയിട്ട് പറയണം അങ്ങടിക്കിടും. ആ ഈ വ്യത്യാസം വേണ്ടത് മതി. എനിക്ക് പറയാനും പറ്റുന്ന ഞാൻ തന്നെ അവന് ഇതൊരു റിലേലേക്ക് ആയിട്ടില്ല. ശരി, നമ്മുടെ വീട്ടിലെ കിണറിൽ എന്തോരം വെള്ളം ഉണ്ടാവും? 6 മീനുണ്ട്. വെള്ളത്തിന്റെ കാര്യം ചോദിക്കുമ്പോ മീനിന്റെ കാര്യമാണോ ഇതാ പറയണേ? ട്യൂബ്ലൈറ്റിന് എത്ര ലൈറ്റ് ഉണ്ട്? റിച്ചാർഡ് പറയട്ടെ എന്നാ. റിച്ചാർഡ് ഇവിടെ നിന്ന് പള്ളി വരെ നമുക്ക് പോയിട്ട് വന്നാലോ? നാളെ ഒന്നും ശരിയാവാനില്ലടാ. എന്നാ റിച്ചുവിനോട് 10 ചോദ്യം ചോദിക്കാം. അതെ, വേണ്ട അങ്ങനെ അവനോട് മാത്രം ചോദിക്കണ്ട. ഞങ്ങള് നിങ്ങൾ ഇവിടെ ഇരിക്കണ നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങളോട് ആരോട് വേണേലും ചോദിക്കാം. ആരോട് ചോദിച്ചാലും ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. റിച്ചാർഡ് നിനക്ക് ഒരു ചേട്ടനാണോ ഒരു ചേച്ചിയാണോ ഉള്ളേ? സാരിയുണ്ട്. റിച്ചാർഡ് എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോ ഇത് എന്താ ഉത്തരം പറയാം? ഞങ്ങളോട് 2 പേരോട് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതിന് ഉത്തരം പറഞ്ഞേ. പിന്നെ രക്ഷിക്കാൻ നോക്കിയതാടാ. അപ്പൊ 10-0. ഞങ്ങൾ ജയിച്ചു ഈ കളിയിൽ. ഇല്ല. നമുക്ക് വേണ്ട വിട്ടു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.